ഹായ്. ഇതൊന്ന് കണ്ടു നോക്കിയേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും രൂപ വിപ്കോ ജീവനക്കാർക്ക് ബോണസ് കൊടുക്കണത് എന്തുകൊണ്ടാണെന്നുള്ളത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ഇന്ന് കൊടുക്കാനായിട്ട്. അതെന്താണെന്ന് വ്യക്തമായിട്ട് എനിക്ക് സത്യത്തിൽ അറിയില്ല. അപ്പോൾ അതറിയണവർ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടം കൊടുക്കാത്ത ഒരു പ്രസ്ഥാനം, കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു പ്രസ്ഥാനം, പിന്നെ 100 രൂപയുടെ സാധനം 2000 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം ഇപ്പോഴും നഷ്ടത്തിലാണെന്നാണ് പറയണത്. നമ്മൾ ബിവറേജ് കോർപ്പറേഷൻ വെക്കൊക്കെ നഷ്ടത്തിലാണെന്നാണ് പറയണത്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവണില്ല. സത്യത്തിൽ ഇത്രയും രൂപ ഒക്കെ കൊടുക്കണ കാണുമ്പോഴേ എന്തോ പോരാ, സത്യത്തിലൊരു വിഷമം. അപ്പം അത് കൊടുക്കണേനൊരു കാരണം ഉണ്ട്. ആ കാരണം ആരെങ്കിലും അറിയണേന്ന് പറയണം. സത്യത്തിലും ഇതൊക്കെ എന്ത് കഷ്ടമല്ലേ. ബാക്കിയുള്ള ആൾക്കാരെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. വിധവകൾ, 60 വയസ്സിന് മുകളിലുള്ള വൃദ്ധന്മാർ, ഭിന്നശേഷിക്കാർ എല്ലാവർക്കും 2000 രൂപ പെൻഷൻ. 2000 രൂപ കൊടുത്തിട്ട് അടിച്ചു വിളിക്കാൻ പറയുമ്പോൾ ഇവിടെ 1,05,000 രൂപ. അതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ സർക്കാർ 1,25,000, 1,02,500 ആയിരുന്നു. ഈ പ്രാവശ്യം ഈ സർക്കാർ 2,500 കൂട്ടിയിട്ട് ഒരു 1,05,000 രൂപ ആക്കിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഇതൊക്കെ കാണുമ്പോൾ അറിവില്ലാത്തവരെന്ന് അറിയില്ലാട്ടി കൊടുക്കണത് എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ല. ഇത്രയും രൂപ ബോണസ്, പിന്നെ അഡ്വാൻസ് കൊടുക്കേണ്ടത് ഒരു 50,000 രൂപ. അത് പലിശ രഹിതമാണ്. അത് മാർച്ച് മാസം ആകുമ്പോഴേക്ക് അടച്ചു തീർത്താൽ മതി, പലിശയില്ല. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര രൂപ കൊടുക്കുന്നു എന്നുള്ളതിനെ പറ്റി അറിയുന്നവർ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തി കേട്ടോ. എല്ലാവർക്കും നല്ല വരട്ടെ. ഓക്കെ.